ദളപതി വിജയ് നായകനാകുന്ന ചിത്രം ദ ഗോട്ട് ആരാധകരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. ദ ഗോട്ട് ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ. തീർത്തും അപ്രതീക്ഷിതമാണ് വെങ്കിട പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് വിജയിയുടെ പുതിയ ലുക്ക് പോസ്റ്ററിനൊപ്പം പുറത്തുവിട്ടത്. വയസ്സായ ലുക്കിലാണ് വിജയ് പോസ്റ്ററിൽ കാണപ്പെടുന്നത്. വിദേശത്ത് അവസാനഘട്ട ചിത്രീകരണത്തിലാണ് ഇപ്പോൾ ദ ഗോട്ട് ചിത്രം. നേരത്തെ ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗങ്ങൾ തിരുവനന്തപുരത്ത് ചിത്രീകരിച്ചിരുന്നു. ദ ഗോട്ട് തിരുവനന്തപുരത്ത് ചിത്രീകരിച്ചപ്പോൾ സംവിധായകൻ വെങ്കട പ്രഭുവും ഒരു അതിഥി കഥാപാത്രമായി വേഷമിട്ടിരുന്നു എന്ന റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു. ഇപ്പോൾ വിജയിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പുറത്തുവിട്ട അപ്ഡേറ്റ് പ്രകാരം വിജയിയുടെ കരിയറിലെ 68ാമത്തെ ചിത്രമായ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം 2024 സെപ്റ്റംബർ 5-നായിരിക്കും പടം റിലീസ് ചെയ്യുക. എജിഎസ് എന്റർടൈൻമെന്റാണ് ചിത്രം നിർമ്മിക്കുന്നത്. 2 കാലഘട്ടത്തിലുള്ള വിജയ് ചിത്രത്തിൽ വരുന്നുണ്ടെന്നാണ് വിവരം. ഇതില് ചെറുപ്പക്കാരനായ വിജയിയെ അവതരിപ്പിക്കാൻ സംവിധായകൻ വെങ്കട പ്രഭുവിന്റെ ഡി-ഏജിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചിരുന്നതായി വാർത്തയുണ്ടായിരുന്നു. കെ ചന്ദ്രുവും ഏഴിലരശ ഗുണശേഖരനുമാണ് ദ ഗോട്ടിന്റെ തിരക്കഥ എഴുതുന്നത്. ഛായാഗ്രാഹണം നിർവഹിക്കുന്നത് സിദ്ധാർത്ഥയാണ്. യുവൻ ശങ്കര രാജയുടെ സംഗീതത്തിലുള്ള ദ ഗോട്ടിന്റെ വലിയ അപ്ഡേറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അടുത്തിടെ ദ ഗോട്ട് ചിത്രീകരണത്തിന് കേരളത്തിലെത്തിയ വിജയ്ക്ക് ലഭിച്ച സ്വീകരണത്തിന്റെ വാർത്ത വലിയ ചർച്ചയായിരുന്നു. കേരളത്തിലും വലിയ ആരാധകരുള്ള ഒരു താരവുമാണ് വിജയ്. വിജയുടെ ലിയോയാണ് തമിഴ് സിനിമകളുടെ കളക്ഷനില് കേരള ബോക്സ് ഓഫീസിലെ ഒന്നാമത്. ദുൽഖർ ചിത്രം ലക്കി ഭാസ്കർ സെപ്റ്റംബർ 7-ന് ആഗോള റിലീസ്. ദുൽഖർ സൽമാൻ നായകനാകുന്ന ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമാണ് ലക്കി ഭാസ്കർ. ചിത്രത്തിന്റെ റിലീസ് തീയതി അണിയറ പ്രവർത്തകർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 7-ന് ലക്കി ഭാസ്കർ ആഗോളതലത്തിൽ റിലീസ് ചെയ്യും. വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സൂര്യദേവര നാഗവംശി, സായി സൗജന്യ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സിതാര എന്റർടൈൻമെന്റ്സും ഫോർച്യൂൺ 4 സിനിമാസും ചേർന്നാണ്. 1980 മുതൽ 1990 വരെ കാലഘട്ടത്തിലെ ബോംബെ നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന പീരീഡ് ഡ്രാമയിൽ ബാങ്ക് കാഷ്യർ കഥാപാത്രമായാണ് ദുൽഖർ സൽമാൻ അഭിനയിച്ചിരിക്കുന്നത്. മീനാക്ഷി ചൌധരി നായികാ വേഷം ചെയ്യുന്ന ഈ ചിത്രത്തിന് സംഗീതമൊരുക്കിയത് ദേശീയ അവാർഡ് ജേതാവായ ജി.വി. പ്രകാശ് കുമാറും ക്യാമറ ചലിപ്പിച്ചത് നിമിഷ് രവിയുമാണ്. ഹൈദരാബാദിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ വിനേഷ് ബംഗ്ലാനാണ്. വിനേഷ് ബംഗ്ലാന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ പഴയകാല ബോംബെ നഗരത്തിന്റെ വമ്പൻ സൈറ്റുകളിലാണ് ലക്കി ഭാസ്കർ ചിത്രീകരിച്ചിരിക്കുന്നത്. നേരത്തെ റിലീസ് ചെയ്ത ചിത്രത്തിലെ ഗാനവും ടീസറുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു. തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി ഭാഷകളിലായി പ്രദർശനത്തിനെത്തുന്ന ഈ ചിത്രം ശ്രീകര സ്റ്റുഡിയോസാണ് അവതരിപ്പിക്കുന്നത്. മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രം ബറോസ് സെപ്റ്റംബർ 12-ന് തിയേറ്ററുകളിലേക്ക്. ഏറെ നാളായുള്ള ആരാധകരുടെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമിടുന്നത്. സ്പാനിഷ് നടന്മാരായ പാസ് വേഗയും റാഫേൽ അമർഗോയും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് ബറോസ്. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്ന സിനിമയാണ് ബറോസ്, ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ്. ഏറെ നാളായി ബറോസിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് ലാലേട്ടൻ ഫാൻസ്. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് ഇപ്പോഴിതാ ചിത്രത്തിന്റെ പുതിയ റിലീസ് തീയതി പുറത്തുവന്നിരിക്കുകയാണ്. സെപ്റ്റംബർ 12-ന് ബറോസ് തിയേറ്ററുകളിൽ എത്തും. ആദ്യം മാർച്ചിലും പിന്നീട് മേയിലും റിലീസ് പ്ലാൻ ചെയ്ത ചിത്രമാണ് ഇപ്പോൾ സെപ്റ്റംബറിൽ തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുന്നത്. പുതിയ റിലീസ് തീയതി പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയ പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. സംവിധായകനായി മാത്രമല്ല അഭിനേതാവായും മോഹൻലാൽ ബറോസിന്റെ ഭാഗമാണ്. ടൈറ്റിൽ കഥാപാത്രമായ അറോസിനെയാണ് താരം അവതരിപ്പിക്കുന്നത്. ചിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണിത്. സ്പാനിഷ് നടന്മാരായ പാസ് വേഗയും റാഫേൽ അമർഗോയും ബറോസ്, ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ പുന്നൂസാണ് ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. സന്തോഷ് ശിവനാണ് ഛായാഗ്രാഹകൻ. ഏതായാലും മികച്ച ദൃശ്യവിസ്മയമാകും ബറോസ് തിയേറ്ററുകളിൽ സമ്മാനിക്കുക എന്ന പ്രതീക്ഷയിലാണ് ആരാധകരും അണിയറ പ്രവർത്തകരും. പകരം വയ്ക്കാനില്ലാത്ത അഭിനയം കൊണ്ട് വിസ്മയിപ്പിച്ച പ്രിയനന്റെ സംവിധായകനായുള്ള അരങ്ങേറ്റം ആസ്വദിക്കാനായി കാത്തിരിക്കുകയാണ് ആരാധകർ. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ബറോസ് നിർമ്മിക്കുന്നത്. 2019-ലായിരുന്നു മോഹൻലാൽ ബറോസിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. തുടർന്ന് 2021 മാർച്ച് 24-ന് സിനിമയുടെ ഒഫീഷ്യൽ ലോഞ്ച് നടന്നു. 170 ദിവസത്തോളമെടുത്താണ് ബറോസിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. ലോസ് ആഞ്ചൽസിലാണ് ഈ സിനിമയുടെ റെക്കോർഡിംഗ് ജോലികൾ നടന്നത്. 3Dയിൽ വൻ ബജറ്റിലൊരുങ്ങുന്ന ബറോസിന്റെ സ്പെഷ്യൽ ഇഫക്റ്റുകൾ ചെയ്തത് ഇന്ത്യയിലും തായ്ലൻഡിലുമായാണ്. അമേരിക്കൻ റിയാലിറ്റി ഷോയായ ദി വേൾഡ് ബെസ്റ്റിൽ പങ്കെടുത്ത് വിജയിയായ ലിഡിയൻ നാദസ്വരമാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് എന്നതും ഈ ചിത്രത്തിന്റെ പ്രത്യേകതയാണ്. പ്രശസ്ത സംഗീതജ്ഞൻ മാർക്ക് കിലിയനാണ് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത്.
സെറ്റുകൾ ഡിസൈൻ ചെയ്തത് കലാസംവിധായകനായ സന്തോഷ് രാമനും സംഭാഷണങ്ങൾ എഴുതിയിരിക്കുന്നത് കലവൂർ രവികുമാറുമാണ്. ഗുരുസോമസുന്ദരം, മോഹൻ ശർമ്മ, തുഹിൻ മേനോൻ തുടങ്ങിയവരും ബറോസ്, ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്.